നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കൊശമറ്റം ഫൈനാൻസ് ഇന്ത്യയിലാകെ 1000-ൽ പരം ശാഖകളിലായി പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനം. ആർക്കും മനസ്സിലാകാത്ത കുറച്ച് രജിസ്ട്രേഷൻ നമ്പർ നെയിം ബോർഡിനൊപ്പം എഴുതി ചേർത്തിരിക്കുന്ന ഒരു ബ്ലേഡ് കൊള്ളപ്പലിശ സംഘം. കോടികളാണ് ഈ പണമിടപാട് സ്ഥാപനം തട്ടിയെടുത്തിരിക്കുന്നത്. സത്യത്തിൽ പണം നഷ്ടമായവർക്ക് ഈ സ്ഥാപനം നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ മലയാള സിനിമാ സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ് പണം തിരികെ നൽകേണ്ടതാണ്. കാരണം ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൻ്റെ പ്രധാന പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹമാണ്. കേരളത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നായി നിരവധി ഇടപാടുകാരുടെ കൈകളിൽ നിന്നും വിവിധ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതികളുടെ പേരിൽ കോടികളുടെ വെട്ടിപ്പാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്ന പണത്തിനോ പണയം വയ്ക്കുന്ന സ്വർണ്ണ പണ്ടങ്ങൾക്കോ ഗവൺമെന്റ് യാതൊരു വിധത്തിലുള്ള ഗ്യാരണ്ടിയും നൽകുന്നില്ല എന്ന് ഇനിയും മലയാളികൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? കോഴിക്കോട് ജില്ലയിലെ എടവന സ്വദേശി സക്കീനയാണ് ലക്ഷങ്ങൾ നഷ്ടമായതിൽ ബാങ്കിനെതിരെ കേസ് നൽകിയിരിക്കുന്നത്. കൊശമറ്റം ഫൈനാൻസ് മാനേജിംഗ് ഡയറക്ടർ മാത്യു ചെറിയാൻ വീഡിയോ കോൾ ചെയ്ത് വിശ്വസിപ്പിച്ചാണ് ഏകദേശം 25 ലക്ഷം രൂപ സക്കീനയിൽ നിന്നും തട്ടിയെടുത്തത്. 10% പലിശ നൽകുന്ന എച്ച്ഒ ക്രെഡിറ്റ് എന്ന പേരിൽ പണം നിക്ഷേപിക്കാൻ കോഴിക്കോട് ജില്ലയിലെ കൊശമറ്റം ഫൈനാൻസിന്റെ ശാഖാ മാനേജർ പ്രീതിയും അസിസ്റ്റന്റ് മാനേജർ സുജിഷയും ചേർന്നാണ് പാവം സ്ത്രീയെ ഈ സാമ്പത്തിക കുരുക്കിൽ പെടുത്തിയത്. ഈ ഫൈനാൻസ് കമ്പനിയുടെ പാസ്ബുക്കും സീൽ ചെയ്ത ബോണ്ടും ഒക്കെ നൽകിയായിരുന്നു തുടക്കം. ലക്ഷങ്ങൾ അടച്ചപ്പോൾ ഇടയ്ക്ക് ഒരു ചെറിയ തുക മാത്രം പലിശ ഇനത്തിൽ ഇവർക്ക് മടക്കി നൽകി. 2.5 വർഷങ്ങളായി പണം ഇങ്ങനെ അടച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് നൽകാമെന്നേറ്റിരുന്ന പലിശ മുടങ്ങിയത് ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സീലോടുകൂടിയ രസീതുകളും അക്കൗണ്ട് ബുക്കുകളും ബാങ്കിൽ കാണിച്ചപ്പോൾ ഒരു ഏജന്റിനെ ഇവരുടെ വീട്ടിലേക്ക് അയക്കാമെന്നും അദ്ദേഹം സാമ്പത്തികം കൈകാര്യം ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ഉറപ്പ് നൽകി. എന്നാൽ വീണ്ടും അവസ്ഥ പഴയതുപോലെ തന്നെ. സക്കീനയും കുടുംബവും ബാങ്കിനെതിരെ പോലീസിൽ കേസ് നൽകുമെന്ന് പറഞ്ഞപ്പോൾ രതീഷ് എന്നൊരാൾ ഇവരുടെ വീട്ടിലെത്തി. ഓഫീസ് ID ധരിച്ചിരുന്ന ഇയാൾ ഇവരുടെ കൈവശമുണ്ടായിരുന്ന ബോണ്ടും പണം അടച്ച രസീതുകളും പാസ്ബുക്കും തിരികെ ആവശ്യപ്പെട്ടു. ഇതെല്ലാം ബാങ്കിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഇവരുടെ പണം തിരികെ ലഭിക്കൂ എന്ന രതീഷിന്റെ വാക്കുകൾ സക്കീന വിശ്വസിച്ചില്ല. റെക്കോർഡുകൾ നൽകാൻ വിസമ്മതിച്ചപ്പോൾ രതീഷ് എന്ന ബാങ്ക് ജീവനക്കാരൻ കൊശമറ്റം ഫൈനാൻസ് മാനേജിംഗ് ഡയറക്ടർ മാത്യു ചെറിയാനെ വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോളിലെത്തിയ മാത്യു ചെറിയാൻ ബോണ്ടും പാസ്ബുക്കും എല്ലാം രതീഷിന്റെ കൈവശം കൊടുത്തുവിടാനും ഒരാഴ്ചയ്ക്കുള്ളിൽ 10% പലിശ ഉൾപ്പെടെ ഇവരുടെ പണം തിരികെ നൽകാമെന്നും ഉറപ്പ് നൽകി. സ്ഥാപന ഉടമയുടെ വാക്കുകൾ വിശ്വസിച്ച് ഇവർ എല്ലാ രേഖകളും ബാങ്ക് സ്റ്റാഫിനെ ഏൽപ്പിച്ചു. ആഴ്ചകൾ കഴിഞ്ഞിട്ടും പണം തിരികെ നൽകുവാനുള്ള ഒരു നടപടിയും ഇല്ലാത്തതിനാൽ സക്കീന പറമ്പത്ത് ശാഖയിൽ ചെന്ന് ആ ശാഖയിലെ ഓഫീസർ സക്കീനയോട് റെക്കോർഡുകൾ നൽകാൻ ആവശ്യപ്പെട്ടു. ബാങ്ക് MD പറഞ്ഞതനുസരിച്ച് അതെല്ലാം ബാങ്ക് സ്റ്റാഫിന്റെ കൈവശം താൻ കൊടുത്തു എന്ന സക്കീന പറഞ്ഞപ്പോൾ അതൊന്നും ബാങ്കിന് ലഭിച്ചിട്ടില്ലെന്നും ഒറിജിനൽ റെക്കോർഡുകളില്ലാതെ പണം നൽകാൻ കഴിയില്ല എന്നുമാണ് ആ ബാങ്ക് മാനേജർ പറഞ്ഞത്. അപ്പോഴാണ് ഇവർ പരിപൂർണമായും വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയത്. കടം വാങ്ങിയും ചെറിയ പലിശയ്ക്ക് മറ്റിടങ്ങളിൽ നിന്നെടുത്തും ഉണ്ടായിരുന്ന സ്വർണം വിറ്റുമൊക്കെ ബാങ്കിന് നൽകിയ പണമാണ് നഷ്ടമായിരിക്കുന്നത്. ഇത് പുറത്തു വന്ന ഒരു തട്ടിപ്പിന്റെ കഥ. പുറത്തു വരാനിരിക്കുന്നത് കോടികളുടെ തട്ടിപ്പ് കഥകളാണ്. വിശ്വസനീയമല്ലാത്ത സ്ഥാപനങ്ങളുടെയോ പ്രൊഡക്റ്റിന്റെയോ പരസ്യം ചെയ്താൽ അതിൽ അഭിനയിക്കുന്നവരുടെ പേരിലും പോലീസ് കേസ് ഉണ്ടാകും എന്ന് നിയമം നിലനിൽക്കുമ്പോൾ ചില മഹാനടന്മാരും വീട്ടിൽ സ്വർണം വച്ചിട്ടെന്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരന്തരം പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര വലിയ സ്ഥാപനമായാലും സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ഇത്തരം പണമിടപാട് സ്ഥാപനങ്ങളിൽ പൈസ നിക്ഷേപമോ പണയം വയ്ക്കലോ ഒക്കെ സ്വന്തം റിസ്കിൽ ആയിരിക്കണം. പോയാൽ പോയി. ഗവൺമെന്റിന് ഇതുമായി യാതൊരുവിധ ബന്ധങ്ങളുമില്ല. സൂക്ഷിക്കുക, കരുതിയിരിക്കുക. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.